ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീനിലേക്ക് ഒരു തിരിച്ചു വരുന്നു, അതായത് പച്ചയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആരാ തിരിച്ചു വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാരറ്റിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചീക്സ്. അപ്പോൾ എന്താണ് ഈ പോളി? അപ്പോൾ ഈ പാരറ്റിൻ്റെ പേരെന്താണ്? പോളി എന്നാണ്. അപ്പോൾ പോളി എന്താണ് ചെയ്യുന്നത്? പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. ചിക്സ് എന്ന് പറഞ്ഞാൽ ഈ പാരറ്റിൻ്റെ കുട്ടികൾ, തത്തയുടെ കുട്ടികൾ. അപ്പോൾ എന്താണ് ഈ പോളി എന്ന് പറയുന്ന അമ്മ പാരറ്റ് ചിക്സിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്, കാത്ത് നിൽക്കുകയാണ്. ഓക്കെ, വെൻ വിൽ മൈ ചീക്സ് കം ഔട്ട്? അപ്പോൾ എന്താണ് ഈ പോളി പാരറ്റ് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് എൻ്റെ ചിക്സ്, എൻ്റെ മക്കൾ പുറത്തേക്ക് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പാരറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് 3 എഗ്സും ഉണ്ട്. ആ എഗ്സിൻ്റെ പിക്ചർ നമുക്ക് പിക്ചറിൽ കാണുന്നതാണ്. ഓക്കെ, വാട്ട് ആർ പോളീസ് ഫ്രണ്ട്സ്? എവിടെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എവിടെയാണ് പോളിയുടെ ഫ്രണ്ട്സ് എന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പിക്ചറിൽ നോക്കൂ, പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാണ്? നെസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ, നിയർ ദ നെസ്റ്റ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി, എവിടെയാണ്? നിയർ ദ നെസ്റ്റ്. അപ്പോൾ ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? ഒരു എലഫൻ്റ് ഉണ്ട്, ദെൻ ഒരു റാബിറ്റ് ഉണ്ട്, ദെൻ ആരാണ്? ദെൻ ഒരു ഡക്ക് ഉണ്ട്. അപ്പോൾ ഇവരാണ് ആര്? പോളിയുടെ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, പോളി ആർ ദ ചീക്സ് ഔട്ട്? അപ്പോൾ എന്താണ് ഈ ഫ്രണ്ട്സ് അടിയിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, പോളി നിൻ്റെ കുട്ടികൾ വന്നോ, ചീക്സ് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നോ ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ പോളി അമ്മ തത്ത പറയാ, ഇല്ല ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? വിൽ ഹർ ഫ്രണ്ട്സ് വെയിറ്റ് ദർ? എന്താണ് ഈ പോളിയുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യോ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് എന്താ? ദീസ് ആർ പോളീസ് എഗ്സ്. അപ്പോൾ എന്താണ്? ഇനി നമ്മുടെ പോളിയുടെ എഗ്സിനെ കാണിച്ച് തരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? പോളിയുടെ എഗ്സ്. എഗ് എന്ന് പറഞ്ഞാൽ മുട്ട. ഓക്കെ, ഐം ഔട്ട്. അപ്പോൾ എന്താണ്? ആദ്യത്തെ കുഞ്ഞ് വിരിഞ്ഞു അല്ലേ, ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പോൾ എന്താണ്? ആദ്യത്തെ ചെറിയ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ, പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്ത എന്താണ്? പുറത്തേക്ക് വന്നു. അപ്പോൾ അത് പറയാണ് എന്ത്? ഐ ആം ഔട്ട് എന്ന്, ഞാൻ പുറത്ത് വന്നുവെന്ന് പറയാണ്. ഓക്കെ, ഇനി കൂട്ടുകാർ നെക്സ്റ്റ് ചിത്രത്തിൽ നോക്കൂ, ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പോൾ രണ്ടാമത്തേൽ എന്താ? രണ്ടാമത്തെ കുഞ്ഞും രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തേക്ക് വന്നു. ഐ ആം ഔട്ട് ടു. അപ്പോൾ ഇനി മൂന്നാമത്തെ പാരറ്റ് പറയാണ്, ഐ ആം ഔട്ട് ടു, ഞാനും എന്താണ്? പുറത്തേക്ക് വന്നു. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. നൗ ദർ ആർ 3 പാരറ്റ്സ്. അങ്ങനെ എന്താണ്? മൂന്നാമത്തെ ചെറിയ തത്തയും പുറത്തേക്ക് വന്നു. ഇപ്പോൾ അവിടെ എത്ര പാരറ്റ്സ് ഉണ്ട്? നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ദർ ആർ 3 പാരറ്റ്സ്. എത്ര പാരറ്റ്സ് ഉണ്ട്? 3 പാരറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ? ഇനി ആ അമ്മ തത്തയും പിന്നെ അമ്മ തത്തയുടെ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള 3 കുട്ടികളുടെയും പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. വൺ ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. എന്താണ്? ആദ്യത്തെ ലിറ്റിൽ പാരറ്റ് ആദ്യം പുറത്തേക്ക് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. പിന്നെ ആരാണ് വന്നേ? പിന്നെ രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ് വന്നു. ദ 3 ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദെയർ ഐസ്. എന്താണ്? 3 ലിറ്റിൽ പാരറ്റ്സും കണ്ണുകൾ തുറന്നു. അപ്പോൾ കണ്ണുകൾ തുറന്നിട്ടുള്ള പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പാരറ്റ്സിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ആദ്യത്തെ പാരറ്റ് എന്താ? ഐ ആം ജിൽ. അപ്പോൾ ഞാൻ ആരാണ്? ഞാനാണ് ജിൽ. എൻ്റെ പേരാണ് എന്ത്? ജിൽ. ഓക്കെ, ഈ നെക്സ്റ്റ് രണ്ടാമത്തെ പാരറ്റായ ഐ ആം ദിൽ. അപ്പോൾ രണ്ടാമത്തെ പേര് പറയാണ്, ഞാനാണ് ആര്? ദിൽ. ഇനി മൂന്നാമത്തേതോ? മൈ നെയിം ഇസ് റിൽ. എന്താണ്? എൻ്റെ പേര് റിൽ എന്നാണ്. അപ്പോൾ ആദ്യത്തെ പാരറ്റ് ജിൽ, ദെൻ രണ്ടാമത്തെ ദിൽ, ദെൻ മൂന്നാമത്തെ റിൽ. എന്തൊക്കെയാണ്? ജിൽ, ദിൽ, റിൽ. അപ്പോൾ ഇതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള 3 പാരറ്റ്സ്. ഓക്കെ,
ഇനി പറയാണ് ജിൽ ഹാസ് ബിഗ് ബീക്ക്. എന്താണ് ജില്ലിന് എന്താണ് ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ, ബീക്ക് എന്ന് പറഞ്ഞാൽ കൊക്ക്. ജില്ലിന് എങ്ങനത്തെ ബീക്കാണെന്നാണ് പറയണത്, ജില്ലിന് എങ്ങനത്തെ കൊക്കാന്നാണ് പറയണത്, വലിയ കൊക്കാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാമല്ലേ, ബാക്കി രണ്ടെണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെയാണ് ജില്ല്. ആ ജില്ലിന് എന്താ വലിയ കൊക്കാണ് അല്ലേ. ഈ രണ്ടാമത്തെ പാരറ്റിനെ നോക്കാം. ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ദില്ലിന് എന്താണെന്ന് പറയണത്, ദില്ലിന് കുറച്ച് ലോങ് ആയിട്ടുള്ള ലെഗ്സ് ആണ്. ലോങ് എന്ന് പറഞ്ഞാൽ നീളമുള്ള, ഇനി ലെഗ്സ് എന്ന് പറഞ്ഞാൽ കാല്. അപ്പോൾ ദില്ലിന് എങ്ങനത്തെ കാലാണ്, നീളമുള്ള കാലാണ്. അപ്പോൾ ബാക്കി പാരറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂട്ടുകാർ പിക്ചറിൽ നോക്കൂ, ദില്ലിന് എന്താ കുറച്ച് വലിയ ലെഗ്സ് ആണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ റിൽ ഹാസ് എ റെഡ് റിങ്. എന്താണ് റില്ലിന് എന്താണ് ഒരു ചുവന്ന റിങ് ഉണ്ട്. ബാക്കി പാരറ്റ്സിനൊന്നും ഇല്ല, പക്ഷെ റില്ലിനുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാളുടെയും പ്രത്യേകതകളാണ് Jill has a big beak, Dill has long legs, Rill has a red ring. Okay. ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. 1 2 3 ജിൽ ദിൽ ആൻഡ് റിൽ ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പം എന്താണ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ആരാണ്, ജില്ലും ദില്ലും റില്ലും എന്താണ് പറന്നുകൊണ്ടിരിക്കുകയാണ് ഉയരത്തിൽ. ഇങ്ങനെ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, അപ്പ് എന്ന് പറഞ്ഞാൽ ഉയരം, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ ആകാശത്തിൽ ഇങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ അടുത്തത് സംഭവിച്ച് നോക്കി നോക്കാം. അടുത്തത് എന്താ, ഒരു പാരറ്റ്. അമ്മ പാരറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മ പാരറ്റാണോ എന്ന് നോക്കി നോക്കാം. അത് ഏത് പാരറ്റാണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ജിൽ ദിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട് റിൽ ഫ്ലൈസ് അവേ. അപ്പോൾ എന്താണ് ജില്ലും ദില്ലും റില്ലും എന്താണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു, റിൽ ഫ്ലൈസ് അവേ. റിൽ എന്ത് ചെയ്തു, അവിടുന്ന് പറന്നു പോയി. വിൽ റിൽ കം ബാക്ക്. ഇനി റിൽ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് റില്ലിന് സംഭവിച്ചത്, റിൽ ഫാൾസ് ഇൻ ടു ആ ടിൻ. അപ്പോൾ ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വീഴ. റില്ലിന് എന്ത് സംഭവിച്ചു, റില്ല് അവിടുത്തെ ഒരു ടിന്നിൽ വീണു. അപ്പോൾ എങ്ങനത്തെ ടിന്നാണ്, പിക്ചറിൽ നോക്കൂ, ഒരു റെഡ് പെയിൻറ്റിൻ്റെ ടിന്നാണല്ലേ. അപ്പോൾ അതിൽ ഈ റില്ല് വീണിട്ടുള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദർ ഇസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ അത് ടിന്ന് മാത്രമല്ല, അതിൽ എന്തുണ്ട്, റെഡ് പെയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് റെഡ് പെയിൻ്റ് ഉള്ള ഒരു ടിന്നിൽ നമ്മുടെ റില്ല് വീണു. അപ്പോൾ ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ. എന്താണ് ഈ ടിന്നിൽ നിന്ന് റില്ല് തിരിച്ചു വരും. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ എന്താണ് അടുത്ത പിക്ചർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, റിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. റിൽ വാസ് ഗ്രീൻ, നൗ ഹി ഇസ് റെഡ്. എന്താണ് റില്ലിൻ്റെ കളർ എന്തായിരുന്നു, റിൽ എന്ന പാരറ്റിൻ്റെ കളറ് പച്ചയായിരുന്നു, ഗ്രീൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെയിൻറ്റിൽ വീണപ്പോൾ റില്ലിൻ്റെ കളർ എന്തായി, നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹ ഇസ് റെഡ്. ഏത് കളറായി, റെഡ് കളറായി, ചുവന്ന കളറായി. ഹി വാക്സ് ഹോം. എന്നിട്ട് എന്താണ്, എന്നിട്ട് നമ്മുടെ റില്ല് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, വാട്ട് വിൽ ജിൽ ആൻഡ് ദിൽ സേ. അപ്പോൾ ഈ റില്ലിനെ കാണുമ്പോൾ ബാക്കിയുള്ള ജില്ലും ദില്ലും എന്തായിരിക്കും പറയുണ്ടാവുക, നമുക്ക് നോക്കി നോക്കാം. റിൽ കംസ് ബാക്ക്. അപ്പോൾ എന്താണ്, റില്ല് തിരിച്ചു വന്നു. അപ്പോൾ ഒരു പാരറ്റ് ചോദിക്കുന്നുണ്ട്, എന്ത്, ഹു ആർ യു, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ റില്ല് പറയുന്നുണ്ട്, ഐ ആം റിൽ, ഞാൻ റില്ലാണെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്ത പാരറ്റ് എന്താ പറയുന്നത്, നോ റിൽ ഇസ് ഗ്രീൻ. അല്ല, നീ റില്ലൊന്നല്ല, റില്ല് എന്താണ്, റില്ല് ചുവന്നിട്ടെന്നല്ല, റില്ല് ഗ്രീൻ കളറാണെന്ന് പറയാണ്. ഓക്കെ, വാട്ട് വിൽ റിൽ ഡു നൗ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോൾ റില്ല് എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താ ചെയ്തിട്ടുണ്ടാവുക എന്ന്. റിൽ ഈസ് സാഡ്, ഹി വാക്സ് അവേ. അപ്പോൾ എന്താണ്, അമ്മ പാരറ്റും ബാക്കിയുള്ള 2 പാരറ്റും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീ റില്ലൊന്നല്ല എന്ന് പറഞ്ഞപ്പോൾ റില്ലിന് ആകെ വിഷമായി, സാഡായി. ഹി വാക്സ് അവേ. എന്നിട്ട് റില്ല് അവിടുന്ന് നടന്നു പോവാണ്. വേർ വിൽ റിൽ ഗോ, എവിടേക്കായിരിക്കും റില്ല് പോവുക, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കം ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ എന്താണ്, ഒരു പാരറ്റ് വിളിച്ച് പറയുന്നുണ്ട്, വാ മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ഓക്കെ,
ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മഴ പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ മഴ പെയ്യണ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് വിൽ ഹാപ്പൻ നൗ? അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കും? പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റില്ലിൻ്റെ മേത്തത്ത് പെയിൻ്റ് ഒക്കെ പോകും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. റിൽ മൈ ഡിയർ ഹുറാം ഗ്രീൻ അഗെയിൻ. അപ്പോൾ എന്താണ്? മഴ പെയ്തപ്പോൾ എന്താണ്? ഇവർക്ക് മനസ്സിലായി ഇത് റില്ല് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ റില്ല് പിന്നീട് എന്തായി? റില്ല് പിന്നെ ചുവപ്പിൽ നിന്ന് എന്തായി? ഗ്രീൻ കളറായി. നൗ റിൽ ഇസ് ഗ്രീൻ, ഓൾ ആർ ഹാപ്പി. അപ്പോൾ എന്താണ്? ഇപ്പോൾ റില്ല് ഗ്രീൻ കളറായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹെഡിങ്ങിൽ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കൂട്ടുകാരിത് നന്നായി വായിച്ച് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.